എല്ലാ ആളുകൾക്കും അറിയാം. അതറിയാത്തൊരു മുസ്ലിമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ആരാധനക്ക് മഅബൂദായി അല്ലാഹ് വേറെ ആരുമില്ല. ഈ ഒരു ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു അർത്ഥമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് വിശ്വാസികൾക്ക്, മനുഷ്യകുലത്തിന്, എല്ലാ ജനങ്ങൾക്കുമായി കൊണ്ട് പകർന്നു നൽകിയിട്ടുള്ളത്, ഈ പ്രപഞ്ചത്തിന് തന്നെ പകർന്നു കൊടുത്തിട്ടുള്ളത്. അതിലെ ഇബാദത്ത് എന്ന് പറയുന്നത് അതാണ് മഅബൂദ്. ആ മഅബൂദ് എന്നതിൽ നിന്നാണ് നമ്മളെ ഇബാദത്ത് എന്നുള്ള വാക്കിനെ നിർദ്ധരിച്ചെടുത്തിട്ടുള്ളത്. ആരാധനക്കർഹൻ, അവന് വേണ്ടി മാത്രം, അവനായിട്ട് മാത്രം ഇബാദത്ത് ചെയ്യുക. അതിനു വേണ്ടി തന്നെ മാത്രമാണ് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടതും. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു പരിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് നമ്മളെല്ലാവരും പഠിച്ചതാണ്. ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ പടച്ചിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇബാദത്താണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഇബാദത്ത് അത് എന്താണ് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ച ആ വിശദീകരണം അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ. ഇബാദത്തിനെ കുറിച്ച് നൽകപ്പെട്ടിട്ടുള്ള ഒരു വിവരണം അല്ലെങ്കിൽ അതിന്റെ ഒരു നിർവചനം അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ എന്നാണ്. അറ്റത്തിന്റെ അങ്ങേയറ്റം, അറ്റത്തിന്റെ അങ്ങേയറ്റത്ത് വിനയവും താഴ്മയും, എത്രത്തോളം അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും പ്രകടിപ്പിക്കുക, അതാകുന്നു അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ. അപ്പൊ അതാകുന്നു ഇബാദത്ത്. ആ ഇബാദത്ത് തന്നെയാകുന്നു പ്രാർത്ഥന. നമ്മുടെ വിധേയത്വത്തിന്റെയും വിനയത്തിന്റെയും ഏറ്റവും അറ്റത്തിന്റെ അങ്ങേയറ്റം അത് ഒരാൾക്ക്, ഒരു വിശ്വാസിക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുമ്പോൾ അതാകുന്നു പ്രാർത്ഥന, അതാകുന്നു ഇബാദത്ത്. അപ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പടപ്പുകളുടെ മുൻപാകെ ഏതെങ്കിലും ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യുന്നു എന്ന് വെക്കുക. കഴിഞ്ഞ ആഴ്ച സ്വകാര്യമായി ചോദിച്ച ഒരു സംശയത്തിനുള്ള മറുപടി കൂടിയാണ്. ആരെങ്കിലും ഒരു പടപ്പുകളുടെ കൂട്ടത്തിൽ, ആരെങ്കിലും സൃഷ്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരാളുടെ മുൻപാകെ സുജൂദ് ചെയ്യുന്നു എന്ന് വെക്കുക. സുജൂദ് ചെയ്യുന്ന ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു പ്രാർത്ഥനയുടെ അംശത്തിന്റെ അംശം എവിടെയുമില്ല. അയാളൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ മനസ്സിലാക്കി പോന്നിട്ടുള്ള പ്രാർത്ഥനയുടെ ഭാഗം എന്നുള്ള നിലക്ക് അയാൾ ഒന്നും ചൊല്ലിയിട്ടില്ല. പക്ഷെ അയാൾ സുജൂദ് ചെയ്തിട്ടുണ്ട്. സഹോദരന്മാരെ, ആ സുജൂദ് തന്നെ പ്രാർത്ഥനയാണ്. കാരണം വിധേയം പ്രകടിപ്പിക്കുന്നതിന്റെയും വിനയം പ്രകടിപ്പിക്കുന്നതിന്റെയും അറ്റത്തിന്റെ അങ്ങേയറ്റം ആ പ്രകടഭാവമാകുന്നു സുജൂദ്. അതോടുകൂടി അത് പ്രാർത്ഥനയായി മാറി. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അതൊരു ആരാധനയായി കൊണ്ട് പഠിപ്പിച്ചതും ആ ആരാധന അല്ലാഹുവല്ലാത്തവർക്ക് അർപ്പിച്ചാൽ അത് ശിർക്കാകുന്നതും ആ ആരാധന അല്ലാഹുവിനെ മാത്രം അർപ്പിക്കേണ്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും. സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിന്റെ അടിത്തറ എന്നുള്ള നിലക്ക് തൗഹീദ് ശക്തമാവണം. നമ്മുടെ വിശ്വാസം സുദൃഢമാവണം. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ആ അടിത്തറ ഭദ്രമായി നമ്മുടെ കൂടെ ഉണ്ടായി തീരാൻ നമ്മൾക്ക് ഏറ്റവും ആദ്യം ഉണ്ടാകണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ബോധന രീതി അത് മറ്റൊന്നുമല്ല, ഗൈബിലുള്ള വിശ്വാസം സുദൃഢമാവുക എന്നതാകും. ഒരാളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയായിക്കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലേക്കുള്ള പ്രാർത്ഥനയായിക്കൊണ്ട് സ്വീകരിക്കാൻ ഏറ്റവും ഉറക്കണം എന്നതാണ്. സംശയമല്ല കാര്യത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന ഒരു മുസ്ലിം അയാളുടെ സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണത്തിന്റെ ഓരോ വരികളും ശ്രദ്ധിച്ചു നോക്കുക. അയാൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. അള്ളാഹുവിന്റെ സിഫാത്തുകൾ എടുത്തു പറയുന്നു. അള്ളാഹുവിന്റെ ഗുണനാമങ്ങൾ എടുത്തു പറയുന്നു. എന്നിട്ട് അള്ളാഹുവോട് പ്രതിജ്ഞ ചെയ്യുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കും, സഹായത്തിന് വേണ്ടി തേടും.
അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ ഉറപ്പിച്ച് അള്ളാഹുവിനോട് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഏറ്റവും ആദ്യം ഒരു മുസ്ലിമായ മനുഷ്യൻ കൃത്യമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഒരു മുസ്ലിം ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മുസ്ലിം ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ പറയും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നാണെന്ന്. അതേ, അള്ളാഹുവോട് നമ്മൾ ഹിദായത്ത് ചോദിക്കണം. ഹിദായത്ത്, അള്ളാഹുവെ ഞങ്ങളെ നീ നേരായ മാർഗത്തിലൂടെ നയിക്കണമേ എന്ന ഹിദായത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യം. നമ്മൾ പരിശുദ്ധ ഖുർആനിൽ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് തന്നെ ഉത്തരം പരിശുദ്ധ ഖുർആനിലൂടെ തുടക്കം കുറിച്ചു. സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണം കഴിഞ്ഞു. എങ്ങനെയുള്ള ഹിദായത്താണ് വേണ്ടത് എന്ന് നമ്മൾ ചോദിച്ചു. തുടർന്ന് വായിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. വായിച്ചോ, മുന്നോട്ട് വായിച്ചോ, നിന്റെ വായനയിൽ ഉത്തരമുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത പേജ് മറിക്കുന്നു. അടുത്ത പേജ് മറിച്ചാൽ സൂറത്തുൽ ബഖറയിലേക്ക് എത്തുന്നു. ബിസ്മി ചൊല്ലുന്നു. ആദ്യം തന്നെ അലിഫ് ലാം മീം കേവലാക്ഷരങ്ങൾ ആ ആയത്ത് വായിക്കുന്നു, ഉച്ചരിക്കുന്നു. പിന്നെയോ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ഹുദൽ ലിൽ മുത്തഖീൻ. സംശയിക്കേണ്ട, ഈ കിതാബ്, ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥം ഒരു സംശയവും വേണ്ട. തഖ്വയുണ്ടോ, മുത്തഖീങ്ങളാണോ, അവർക്ക് ഹുദയാകുന്നു, അവർക്ക് ഹുദയാകുന്നു, അവർക്ക് സന്മാർഗമാകുന്നു. തുടർന്നൊന്നുകൂടി വായിച്ചു നോക്കൂ. തൊട്ടടുത്ത ആയത്തിലേക്ക് പോയി നോക്കൂ. വളരെ കൃത്യമാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അയാൾക്ക് ഗൈബിൽ ഈമാൻ വേണം. ഗൈബിൽ ഈമാൻ ഉണ്ടെങ്കിൽ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമുണ്ട്. ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ഏറ്റവും ആദ്യം അടിത്തറ ശരിയാകേണ്ടത് അവിടെയാണ്. അപ്പോൾ നമ്മുടെ ആദർശത്തിന്റെ അടിത്തറ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനായി ആരും തന്നെ ഇല്ല. ഏറ്റവും ആദ്യം ഒരു ഇലാഹും ഇല്ല എന്ന് സർവ്വ ഇലാഹുകളെയും സർവ്വ ആരാധ്യന്മാരെയും അങ്ങനെ പറയുന്ന ഒരാൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വട്ടപൂജ്യമിടുകയാണ്. അവിടെ ഒരു വട്ടപൂജ്യം, കൃത്യമായ വട്ടപൂജ്യം. അവിടെ നിന്ന് എല്ലാം മായ്ച്ചു കളഞ്ഞു. ഒരു ഇലാഹും ഇല്ല. എന്നിട്ടോ അവിടെ ഒന്ന് മാത്രം കൊണ്ടുപോയി സ്ഥാപിച്ചു. അതെന്താ? ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ. ഈ ഒരു ആദർശം, ആ ആദർശം ഒരാളിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അഭൗതികമായിക്കൊണ്ട് ഗൈബിയായിക്കൊണ്ടുള്ള വിശ്വാസം സ്ഥിരപ്പെട്ടവനാകണം. എങ്കിൽ മാത്രമേ അയാളുടെ ആദർശം അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ അക്കാര്യം കൃത്യമായി പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന നമ്മുടെ ഏതേത് പ്രയാസങ്ങളും, നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, നമ്മൾ എന്തെങ്കിലും അതിൽ നിന്ന് കയറ്റം ആക്കുന്ന ഒരാൾ ജീവിതത്തിൽ കിട്ടണം എന്നാഗ്രഹിക്കുന്ന അഭിലാഷങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിക്കൊണ്ട്, അയാളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിക്കൊണ്ട് അയാൾ ആശ്രയിക്കേണ്ടതും അവലംബിക്കേണ്ടതും ആരെ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമുണ്ട്. അത് അള്ളാഹുവിനെ മാത്രം. ആ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സഹായം ഏത് നിലക്കുള്ളതാ? അഭൗതികമാണ്. അഥവാ ഏത് വഴിക്ക് എനിക്ക് സഹായം കിട്ടും എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ എന്ന ഉത്തരമാണ് എനിക്കുള്ളത്. എനിക്കറിഞ്ഞുകൂടാ. അള്ളാഹു അവൻ എന്നെ സഹായിക്കും എന്ന ദൃഢമായ ബോധ്യം എനിക്കുണ്ട്. ആ ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ എങ്ങനെ അറിഞ്ഞുകൂടാ? എനിക്കറിയാത്ത ഒരു മാർഗത്തിലൂടെ അള്ളാഹുവിന്റെ സഹായം അവൻ എനിക്കത് നൽകും, ആ കിട്ടും എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനം അതാകുന്നു അഭൗതികത. ഇതിനേക്കാൾ ലളിതമാക്കാൻ കഴിയില്ല. അത് അത്രമാത്രം വ്യക്തമാണ് വിഷയം. ഇങ്ങനെ അഭൗതികമായ നിലക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം അതിശക്തമാവുകയാണ് എങ്കിൽ, അങ്ങനെ ശക്തമാകുന്ന വിശ്വാസത്തിന്റെ ഉടമകളായി തീരാൻ, അങ്ങനെ ജീവിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുകയാണ് എങ്കിൽ, ഒരു മുസ്ലിമിന് മാത്രമല്ല അമുസ്ലിങ്ങളായ ആളുകളും സർവ മനുഷ്യന്മാരും സർവ ജിന്നുകളടക്കം എല്ലാവരിലും ഒരുപോലെ പ്രകൃത്യാ തന്നെ അന്തർലീനമായിരിക്കുന്ന ഒരു ബോധത്തിന്റെ തലം കൂടിയാകുന്നു ഈ അഭൗതികമായ വിശ്വാസം. അഭൗതിക
ആഗ്രഹം നേടിയെടുക്കാനുള്ള ആ തേട്ടത്തിന്റെ കുറിച്ചുള്ള മനസ്സും പരിശുദ്ധ ഖുർആൻ ഈ ഭാഗത്തിലേക്ക് നമുക്ക് كذلك زين للمسرفين ما كانوا يعملون സൂറത്ത് യൂനുസിലെ 12-ാമത്തെ ആയത്ത്. എന്ത് വ്യക്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നത്? അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പോരാ, വിശ്വാസി മാത്രമല്ല സർവ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ പ്രകൃതിയിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ഒരു ബോധമാകുന്നു അല്ലാഹുവിൽ ഉള്ള വിശ്വാസം. തന്റെ പ്രയാസങ്ങളും വേദനകളും തനിക്ക് പങ്കുവെക്കാനും തനിക്ക് ഏറ്റുപറയുവാനും ഒരു ശക്തിയുണ്ട് എന്നുള്ള ആ ബോധം ഓരോരുത്തരിലും അന്തർലീനമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു വേദന വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അയാളുടെ മനസ്സിൽ നിന്ന് അറിയാതെ പ്രാർത്ഥനകൾ, അയാൾ പോലും അറിയാതെ പ്രാർത്ഥനകൾ ഉയർന്നു വരുന്നത്. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആനി പറയുന്നതും. നോക്കൂ നിങ്ങൾ, എന്ത് ഭംഗിയായിട്ടാണ് അല്ലാഹു ഇക്കാര്യം അവതരിപ്പിച്ചത്. വഇദാ മസ്സൽ ഇൻസാന ദുർറു ദഅനാ ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമാ. മനുഷ്യന് എന്തെങ്കിലും ഒരു വിപത്ത് സംഭവിച്ചാൽ, ഒരു ആപത്തിൽ മനുഷ്യൻ ചെന്ന് അകപ്പെട്ടാൽ അല്ലാഹു പറയാ ദഅനാ ലിജംബിഹി, അയാൾ കിടന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നമ്മോട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ പ്രാർത്ഥനയിൽ ഒരു പക്ഷേ വിശ്വാസിയല്ലാത്ത ആളിൽ നിന്ന് പ്രാർത്ഥന വരുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അല്ലാഹുവേ എന്ന് വിളിച്ചിട്ടുണ്ടാകില്ല, റബ്ബേ എന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല, നാഥ എന്ന് വിളിയാളം അയാളുടെ മനസ്സിൽ നിന്ന് അങ്ങനെയൊരു ശബ്ദം വന്നിട്ടുണ്ടാവുകയില്ല. മറിച്ച് അയാൾ അങ്ങനെ എന്തോ, എവിടെ നിന്ന്, എങ്ങനെ എന്നുള്ള നിലക്കൊരു വേപതു അത് മാത്രമേ അയാളിൽ നിന്നുണ്ടായിട്ടുണ്ടാവുകയുള്ളൂ. ആ പ്രയാസം, ആ ഒരു ബോധം അത് തന്നെയാണ് അയാളിൽ അന്തർലീനമാണ്. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കടന്നുകൊണ്ട് നമ്മളെ അവൻ വിളിക്കും. ഒരു അഭൗതികമായ ശക്തിയിലേക്ക് അവന്റെ വിചാരങ്ങൾ പോകും, അവന്റെ പ്രാർത്ഥനകൾ പോകും എന്ന് പഠിപ്പിച്ചതും അത് തന്നെയാണ്. ഔ ഖായിദ, വിശ്വാസികളാണ് എങ്കിൽ ഇരിക്കുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത് ഒരു നെടുവീർപ്പുകൾ ഇങ്ങനെ പടച്ചോനെ റബ്ബേ അത് മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ കുറെ ശബ്ദങ്ങൾ, അങ്ങനെ അവന്റെ മനസ്സിൽ പ്രയാസങ്ങളാണ്, അവന്റെ മനസ്സുകളിൽ ബുദ്ധിമുട്ടുകളാണ്. അവൻ ആ വിഷയം അള്ളാഹുവിലേക്ക് ഇങ്ങനെ പങ്കുവെക്കുകയാണ്. എങ്ങനെ ഞാൻ രക്ഷപ്പെടും, ഇനി എന്തുണ്ടൊരു മാർഗം, ഈ നിലക്കുള്ള ചിന്തകളാൽ അയാൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയൊക്കെ കിടന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, നിന്നുകൊണ്ടും. ഇത് ഒരു പക്ഷേ ഏറ്റവും കഠിനമായ നിലക്ക് നിരീശ്വരവാദിയാണ് എന്ന് അംഗീകരിക്കുന്ന, ഞാൻ അങ്ങനെയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരാളിൽ പോലും കണ്ടേക്കാം. തന്റെ സ്വന്തം ഭാര്യ, ഉദാഹരണം പറഞ്ഞാൽ സ്വന്തം ഭാര്യയെ ഇഷ്ടപ്പെടുന്ന തന്റെ പ്രിയതമക്ക് സിസേറിയൻ വേണം എന്ന് ഡോക്ടർ വിധിച്ചു. ഡോക്ടർ മുന്നോട്ട് കൊടുത്തിട്ടുള്ള പേപ്പറിൽ വിറകൈയോടുകൂടി ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ആരും ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതില്ല എന്നുള്ള നിലക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തി കൊണ്ടുപോകുന്നു. ഈ മനുഷ്യൻ നിരീശ്വരവാദിയ. അയാൾ ഒരു വാതിലിന്റെ അടുക്കൽ മറ്റൊരു വാതിലിലേക്ക് അങ്ങനെ, അല്ലെങ്കിൽ ആ വരാന്തയിലൂടെ അങ്ങനെ നെടുവീർപ്പിട്ടുകൊണ്ട് മുന്നോട്ട് പോയിരിക്കും. ആ സമയത്തും ഇയാളുടെ മനസ്സിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഒരു ആരിൽ നിന്നോ ഡോക്ടർ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. അയാൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്നത് മുഴുവനും ചെയ്യും, അതിന്റെ അപ്പുറത്തേക്കുള്ളത് അറിയില്ല. ഈ നിലക്ക് ഇയാളുടെ മനസ്സുകളിൽ നിന്നുണ്ടാകുന്ന നെടുവീർപ്പ്, ഇതാണ് പ്രാർത്ഥന. നടന്നുകൊണ്ട്,
കടന്നുകൊണ്ട് വിശ്വാസികളിൽ നിന്ന് ഇത് എന്തായാലും വരും, അവിശ്വാസികളിൽ നിന്നും വരും. അവിശ്വാസികൾ പോലും അള്ളാഹുവിലേക്ക് ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മനുഷ്യരിൽ വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ ഒരു വിവേചനവും ഇല്ലാതെ എല്ലാ ആളുകളും അവരുടെ വേദനകൾ ഏതോ ഒരു ശക്തിയിലേക്ക്, ആ ശക്തിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ദഅനാ, നമ്മോടവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, വഇദാ മസ്സൽ ഇൻസാന ദുർറു, എന്തെങ്കിലും അപകടം, എന്തെങ്കിലും പ്രതിസന്ധി, എന്തെങ്കിലും ഒരു പ്രയാസം അയാളുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മെ അയാൾ ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടും നിന്നുകൊണ്ടും നടന്നുകൊണ്ടും എങ്ങനെയൊക്കെ ഓർക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ചില ആളുകളെ കുറിച്ച് പറയുകയാണ്, ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു. വളരെ ശ്രദ്ധേയമാണ് വരികൾ. ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു. അങ്ങനെ അവൻ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് നാം അവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നീക്കിക്കൊടുത്തു കഴിഞ്ഞാൽ അവനൊരു പ്രയാസവും അതിന്റെ മുൻപ് വന്നിട്ടേയില്ല. ഇങ്ങനെ ഒന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടേയില്ല, എനിക്കെന്റെ ജീവിതത്തിൽ ഒന്നും അനുഭവിച്ചിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടുമില്ല എന്നതുപോലെയായിരിക്കും പിന്നീട് അവന്റെ നിലപാട്. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, വലിയ വലിയ പ്രയാസങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാള് വല്ലാതെ ഇങ്ങനെ പ്രയാസപ്പെട്ട് ഭീതിയിൽ അകപ്പെട്ട് റബ്ബിലേക്ക് ഇങ്ങനെ എല്ലാ സമയത്തും വിളിച്ചുകൊണ്ടേയിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെ ചൊല്ലി പറഞ്ഞുകൊണ്ടേയിരിക്കും, തൗബ ചെയ്യും. പടച്ചോനെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, നിന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നീ ഉത്തരം നൽകിയിട്ടുണ്ട്, എന്റെ പ്രാർത്ഥന നീ ഒന്നും തള്ളിക്കളഞ്ഞിട്ടില്ല. നാഥാ, ഇപ്പോഴിതാ ഞാൻ അകപ്പെട്ടു പോയിരിക്കുന്നു, എന്റെ പ്രയാസം നിനക്കറിയുമല്ലോ, ആ പ്രയാസത്തിൽ നിന്ന് എനിക്ക് കരകയറ്റം നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഇയാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹ്ക്ക് അറിയാം ഇവന്റെ ജീവിതാവസ്ഥകൾ എന്താണ് എന്ന്. എന്നിട്ടും റബ്ബിന്റെ അങ്ങേയറ്റത്തെ കരുണയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുത്തു, സാധൂകരിച്ചു കൊടുത്തു. അങ്ങനെ സാധൂകരിച്ചു കൊടുത്തു, അവന്റെ പ്രശ്നങ്ങൾ തീർന്നു. ഉദാഹരണം പറയാം, അനുഭവത്തിൽ നിന്ന് ഉദാഹരണം പറയാം. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് വളരെ വലിയ ക്യാൻസർ രോഗം പിടിപെട്ടു, ശക്തമായ ക്യാൻസർ. ഒരു പ്രതീക്ഷയും ഇല്ല എന്നുള്ള നിലക്ക് ഇനി എന്തെങ്കിലും റേഡിയേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സകൾ ഫലപ്പെടുകയില്ല എന്നുള്ള നിലക്കുള്ള വിധിയെഴുത്ത്. അങ്ങനെ അവസാനം അറ്റ കൈക്ക് എന്തെങ്കിലുമൊക്കെ ചികിത്സിക്കണമല്ലോ എന്നുള്ള നിലക്ക് ഇയാൾ ഈ ഉപ്പാനെ ഒരു ആസ്പത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ തീരുമാനിക്കുന്നു. ഓരോ ചികിത്സയുടെ റിപ്പോർട്ടുകൾ ഇങ്ങനെ ഓരോ പരിശോധന റിപ്പോർട്ടുകൾ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുക തന്നെയാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യന് റബ്ബിന്റെ അനുഗ്രഹത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതോ റബ്ബിന്റെ അനുഗ്രഹം, ആ അനുഗ്രഹത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ പ്രാർത്ഥന സ്വീകരിച്ച് ഈ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി. ആരോ പ്രാർത്ഥിച്ചതിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി. ഈ മനുഷ്യനും തന്റെ പുത്രനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്, ഈ രോഗിയും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ട് രോഗം സുഖപ്പെടുന്നു. രോഗം സുഖപ്പെട്ടപ്പോൾ പിന്നെ ഈ മനുഷ്യന്റെ വർത്തമാനം ആദ്യം കൊണ്ടുപോയ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ നിന്ന് റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ട്, അവര് ഈ റിപ്പോർട്ട് എഴുതിയപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ട്, ഇങ്ങനെ ഒരു ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നുള്ളത്. അയാൾ ന്യായീകരിക്കുകയാണ് അതിനുള്ള സാധ്യത ഇല്ല എന്നുള്ളത്. പിന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയപ്പോഴോ അവർ റേഡിയേഷന് വേണ്ടിക്കൊണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ റേഡിയേഷൻ വേണ്ട എന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് പോന്നു. റേഡിയേഷൻ വേണ്ടാൻ തീരുമാനിച്ച് പോന്നതിന്റെ ശേഷം വീണ്ടും അസുഖം കൂടിയപ്പോൾ വീണ്ടും ചികിത്സിക്കാൻ വേണ്ടി പോയപ്പോൾ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ചികിത്സിച്ചുകൊണ്ട് കാര്യമില്ല എന്നാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും അവസാനം ഈ രോഗിയുടെ അസുഖം ആരുടെയൊക്കെയോ പ്രാർത്ഥന സ്വീകരിച്ച് സുഖപ്പെട്ടു, ഭേദപ്പെട്ടപ്പോ ഈ മനുഷ്യൻ പിന്നീട് ഇങ്ങനെ പറഞ്ഞ കുറെ ഉത്തരങ്ങളാണ് കണ്ടെത്തുന്നത്. ആദ്യമേ ഉറപ്പുണ്ട്, സംശയമുണ്ട്, ക്യാൻസർ ഒന്നും ഇല്ല എന്നുള്ളത്. പിന്നെ സ്കാൻ ചെയ്തപ്പോ ഒരു അടയാളം കണ്ടിട്ടില്ല.
പിന്നെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ അയാള് വേറെ ഒരു റിപ്പോർട്ട് വേണം, പിന്നെ ആദ്യം കാണിച്ചു കൊടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് അത് മുറിച്ചെടുത്തതിന്റെ അതിന്റെ ആ ഭാഗങ്ങൾ വേണം, അത് പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് വേണം, ഇതൊക്കെ ആവശ്യപ്പെട്ടു. അത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ തന്നെ ഇയാൾ റിപ്പോർട്ട് എഴുതിയപ്പോ തന്നെ ഇങ്ങനെയൊക്കെ ഒരുപാട് ന്യായങ്ങൾ കണ്ടെത്തിയിട്ട് ഇയാൾ പ്രാർത്ഥിച്ചത് മറക്കുകയാണ്. ഇയാളുടെ പ്രാർത്ഥനയെ കുറിച്ച് മറക്കുകയാണ്. പ്രാർത്ഥനയെ കുറിച്ച് മറന്ന് ഈ മനുഷ്യൻ പിന്നെ സംസാരിക്കുന്നു അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള നിലക്ക്. കഅല്ലം അല്ലാഹു പറയുന്നത് പോലെ തന്നെ ഇദാ മറ കഅല്ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സഹു. ഇത് തന്നെ ഇത് ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ തന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല, താൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എന്ന വണ്ണം മനുഷ്യർ ആയിത്തീരുന്ന ഒരവസ്ഥ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ചില മുസ്രിഫുകളായ ആളുകൾക്ക് അവർ ചെയ്യുന്ന വൃത്തികേടുകൾ നന്നാക്കി കൊടുക്കുന്നതാകുന്നു ഇത്. അല്ലാഹു അവരെ കൂടുതൽ കൂടുതൽ പരീക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട് ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടാകും, ഇങ്ങനെയുള്ള ആളുകളും ഉണ്ടാകും. കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടിക്കൊണ്ടാകുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന്, ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ലഭിക്കേണ്ട പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ലഭിക്കേണ്ട ഒരു വലിയ പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ അവതരിപ്പിച്ചു തരികയാണ്. സൗഖ്യമുണ്ടാകുമ്പോൾ, അതേപോലെ തന്നെ എളുപ്പമുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളൊന്നുമില്ലാതെ ജീവിതാവസ്ഥകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൽ അശ്രദ്ധ കാണിക്കുന്നവരായി തീരുകയും പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ വിധേയപ്പെട്ടു പോവുകയും അള്ളാഹുവിലേക്ക് താഴ്മ കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നവരായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകരുത്. ആ ഒരു അവസ്ഥയുണ്ടാവുക എന്നുള്ളത് റബ്ബിന്റെ അടുക്കൽ നിന്ന് വരുന്ന ഒരു കടുത്ത പരീക്ഷണത്തിന്റെ ഭാഗമാണ്. ആ കടുത്ത പരീക്ഷണത്തിൽ നമ്മൾക്ക് വിജയിക്കണമെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടായിരിക്കേണ്ട പാഠം എന്ന് പറയുന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാകുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, മൻ സറഹു അൻ യസ്തജീബല്ലാഹു ലഹു ഇൻദ അശ്ശദാഇദി വൽ ഖുറബി ഫൽയുക്സിരിദ് ദുആഅ ഫിർറഖാ. ശ്രദ്ധേയമാണ് ഈ ഹദീസ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്കുണ്ടായിരിക്കേണ്ട ഗുണം ഫൽയുക്സിരിദ് ദുആഅ ഫിർറഖാ. അയാൾക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത സമയത്തും ധാരാളമായി പ്രാർത്ഥിക്കണം. ഇത് പലപ്പോഴും ഉണ്ടാകാറില്ല. ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ ബോധന രീതി തന്നെയാകുന്നു ഇത്. പ്രാർത്ഥനയുടെ വിഷയത്തിൽ നമ്മൾ എങ്ങനെയാകണം എന്ന് നമുക്ക് ശിക്ഷണം നൽകുകയാണ് ഈ ഖുർആൻ ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ ആയത്തിൽ പറഞ്ഞ കാര്യം ചിന്തിക്കുക. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഒരു സ്വഭാവം, ചില ആളുകളുടെ സ്വഭാവം, അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവെ ഓർക്കും. ഓർത്ത് കരഞ്ഞ് അള്ളാഹുവോട് പ്രാർത്ഥിക്കും. പ്രതിസന്ധികൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നീങ്ങിപ്പോവുകയും മാറിപ്പോവുകയും ചെയ്താൽ അവൻ ഒന്നും പ്രാർത്ഥിച്ചിട്ടേയില്ല, തനിക്കൊന്നും അനുഭവിച്ചിട്ടേയില്ല, തന്റെ ജീവിതത്തിൽ ഒന്നും വന്നു പോയിട്ടും കൂടിയില്ല എന്നുള്ള നിലക്ക് താൻ പ്രാർത്ഥിച്ചതും താൻ അനുഭവിച്ചതും മറന്നു പോകുന്ന അവസ്ഥകൾ ആർക്കെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, പ്രിയമുള്ള സഹോദരികളെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രം അള്ളാഹുവെ ഓർക്കുന്നവർ ആയിക്കൂടാ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിച്ചത്, ഒരാൾക്ക് പ്രയാസങ്ങൾ നേരിടുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം ആവശ്യമാണെങ്കിൽ റബ്ബ് സഹായിക്കണം എന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾക്ക് ഇതൊന്നും ഇല്ലാത്തപ്പോഴും ധാരാളമായി പ്രാർത്ഥിക്കുന്നവൻ ആകണം. ഇത് പലപ്പോഴും ഉണ്ടാകാറില്ല. കാരണം ഇപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാൻ വിഷയമൊന്നുമില്ല എന്നുള്ള നിലക്കാണ് ചിലരുടെ രീതി കണ്ടാൽ തോന്നിപ്പോവുക. നമസ്കാരം തന്നെ അതിന് തന്നെ സമയം കിട്ടിയിട്ടല്ലപ്പ ഈ വരുന്നത് എന്നുള്ള നിലക്ക് സലാം വീട്ടിക്കഴിഞ്ഞത് അതോടുകൂടി പുറത്തിറങ്ങുന്ന,
ഒരു സുന്നത്ത് നമസ്കാരത്തിന് പോലും സമയം കിട്ടാത്ത, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവസരം കണ്ടെത്താത്ത, എപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ, ഇപ്പൊ പ്രാർത്ഥിക്കാനൊന്നുമില്ല എന്നുള്ള നിലക്ക് ആയിത്തീരുന്ന ഒരവസ്ഥ, അത് ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ നടത്തിയിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ മറ്റൊരു കൂട്ടരുടെ അവസ്ഥ കൂടി പരിശുദ്ധ ഖുർആൻ കേൾപ്പിക്കുന്നുണ്ട്. അത് മുശ്രിക്കുകളാകുന്നു. ഇപ്പൊ ഈ പറഞ്ഞത് നമ്മുടെയൊക്കെ തന്നെയുള്ള അവസ്ഥയെ കുറിച്ചാകുന്നു ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത്. പ്രാർത്ഥനയിൽ കണ്ടുപോകുന്ന ഇസ്രാഫ്, ആ ഇസ്രാഫിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൃത്യമായി മനസ്സിലാക്കുക, ഇനി ആവർത്തിക്കുന്നില്ല. രണ്ടാമത്തത് പറയാനുള്ളത് അത് മുശ്രിക്കുകളെ കുറിച്ചാകുന്നു, ബഹുദൈവ ആരാധകരെ കുറിച്ചാകുന്നു. നോക്കൂ നിങ്ങൾ, ആ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിലെ 33-ാമത്തെ വചനത്തിലൂടെ കേൾപ്പിച്ചിരിക്കുന്നു. وَإِذَا مَسَّ النَّاسَ ضُرٌّ دَعَوْا رَبَّهُم مُنِيبِينَ إِلَيْهِ ثُمَّ إِذَا أَذَاقَهُم مِّنْهُمْ رَحْمَةً إِذَا فَرِيقٌ مِّنْهُمْ بِرَبِّهِمْ يُشْرِكُونَ. സൂറത്തുർ റൂമിലെ 33-ാമത്തെ ഈ ആയത്ത് ആ പറയുന്നത് വഇദാ മസ്സന്നാസ ദുർറുൻ, ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി അകപ്പെട്ട് കഴിഞ്ഞാൽ, പ്രതിസന്ധിയിൽ ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ, ആരെങ്കിലും ജനങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ, ദഅൗ, അവരിങ്ങനെ പ്രാർത്ഥിക്കും, റബ്ബഹും, അവരുടെ റബ്ബിനോട് അവർ പ്രാർത്ഥിക്കും. മുസ്ലിം എന്ന വ്യത്യാസമില്ല, അമുസ്ലിം എന്ന വ്യത്യാസമില്ല, കാഫിർ എന്ന വ്യത്യാസമില്ല, മുഅ്മിൻ എന്ന വ്യത്യാസമില്ല, എല്ലാ ആളുകളും അങ്ങനെ പ്രാർത്ഥിക്കും. ثم إذا أذاقهم منه റഹ്മത്തൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ثم إذا أذاقهم منه رحمة, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹത്താൽ അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുകയും അതിന്റെ ഫലമായി കൊണ്ട് അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് അയാൾക്ക് കരകയറ്റം ലഭ്യമാവുകയും ചെയ്താൽ, ഇദാ ഫരീഖും മിൻഹും ബിറബ്ബിഹിം യുശ്രികൂൻ, അതിൽ ഒരു വിഭാഗം ആളുകൾ റബ്ബിൽ ശിർക്ക് ചെയ്യുന്നവരായി മാറിപ്പോകുന്നു. റബ്ബിൽ ഈമാനുണ്ട്, ഈമാനുണ്ടായിട്ടും ശിർക്ക് ചെയ്യുന്ന അവസ്ഥയോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച്, ഇത്തരം ആളുകളെ കുറിച്ച് നോക്കൂ നിങ്ങൾ. ഇതിന് കൃത്യമായ ഒരു ഉദാഹരണം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് മഹാനായ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു തആല അൻഹുവിന്റേതാണല്ലോ. കൃത്യമായ ഉദാഹരണമാണ് ആ വിഷയത്തിൽ. ഇക്രിമ റളിയല്ലാഹു അൻഹു, അബൂജഹലിന്റെ പുത്രൻ ഇക്രിമ റളിയല്ലാഹു അൻഹു മക്ക വിജയത്തിന്റെ അന്ന് പോലും ഇസ്ലാം സ്വീകരിക്കാൻ കൂട്ടാക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലിന്റെ മകൻ ഇക്രിമയടക്കമുള്ള കുറെ ആളുകളുടെ പേരിങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അവർ എവിടെ കയറിയാലും അവർക്ക് രക്ഷയില്ല എന്നും, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇത്രമേൽ ദ്രോഹിച്ച, ഇത്രമേൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ശത്രുതയുണ്ടാക്കി തീർത്ത, ശത്രുതാ മനോഭാവത്തോടു കൂടി ജീവിച്ച ഈ ആളുകളെ എവിടെ പ്രവേശിച്ചാലും വധിക്കാൻ വേണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിടുകയുണ്ടായി. അബൂജഹലിന്റെ പുത്രൻ ഇക്രിമ നാട് വിടാൻ തുനിഞ്ഞു, രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി തീരുമാനിച്ചു. തനിക്കിതാ ഇനി മക്കയിൽ രക്ഷയില്ല എന്ന് കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുരക്ഷ വാഗ്ദാനം ചെയ്തവരുടെ കൂട്ടത്തിൽ താൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി ഈ ഇക്രിമ രാജ്യം വിടുകയാണ്. രാജ്യം വിട്ടു പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അദ്ദേഹം യമനിലേക്ക് കപ്പല് കയറാൻ വേണ്ടിക്കൊണ്ട് ഒരു കപ്പിത്താനെ സമീപിക്കുന്നു. കപ്പിത്താനെ സമീപിച്ച് ആ സമയമായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു ഹക്കീം എന്ന് പറയപ്പെടുന്ന വനിത, അവരപ്പോഴേക്കും ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, എന്റെ ഭർത്താവ് ഇക്രിമക്ക് താങ്കൾ സംരക്ഷണം കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടും എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഇക്രിമയുടെ പേരുണ്ട്. ആ ഇക്രിമ സംരക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആ വിഷയത്തിൽ വാക്ക് കിട്ടണം, ഉറപ്പ് കിട്ടണം എന്ന വാഗ്ദാനം ഉണ്ടാകുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് സുരക്ഷയുണ്ട് എന്ന് ഉറപ്പ് കൊടുക്കുന്നു. ഇതോടുകൂടി ഉമ്മു ഹക്കീം റളിയല്ലാഹു അൻഹ ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ തേടി പുറപ്പെടുകയാണ്. അപ്പോഴതാ യമനിലേക്ക് പുറപ്പെടാൻ യാത്ര ചെയ്യാൻ വേണ്ടിക്കൊണ്ട്
കപ്പിത്താനുമായി കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കപ്പിത്താൻ പറയുന്നു, ഇനി ഈ യാത്രാവേളയിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ, നിനക്ക് സഹായം ചോദിക്കാൻ നിന്റെ പ്രാർത്ഥനകൾ മുഴുവനും അഖ്ലിസ് ലില്ലാഹ്, അഖ്ലിസ് ലില്ലാഹ്, അഖ്ലിസ് ലില്ലാഹ്, അല്ലാഹുവിനോട് മാത്രം. കളങ്കമറ്റ പ്രാർത്ഥന, നിഷ്കപടമായ പ്രാർത്ഥന, അത് അല്ലാഹുവോട് മാത്രം നീ ആക്കി തീർക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ യാത്രയിൽ നമുക്ക് രക്ഷയുള്ളൂ എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉമ്മു ഹക്കീം അവിടേക്ക് കയറി ചെല്ലുന്നു, അവിടേക്ക് എത്തിപ്പെടുമ്പോൾ ഈ സംസാരങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്കിതാ സുരക്ഷ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ള ഉറപ്പ് ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് ഉമ്മു ഹക്കീം കൊടുക്കുന്നു. ആ ഉറപ്പോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി രണ്ടുപേരും പുറപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നു. മറ്റു ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഇക്രിമ റളിയല്ലാഹു അൻഹു യാത്ര പുറപ്പെട്ടു. കപ്പൽ ആടിയുലയാൻ തുടങ്ങി, കാറ്റും കോളും വന്നു, കപ്പൽ ആടിയുലയാൻ തുടങ്ങി. ആ സമയത്ത് കപ്പിത്താൻ വിളിച്ചു പറഞ്ഞു, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. കപ്പലിൽ ഉള്ളവരെല്ലാവരും അല്ലാഹുവെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. അഖ്ലിസൂ ദുആഅക്കും ലില്ലാഹ്, നിങ്ങളുടെ പ്രാർത്ഥന മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാത്രം, അല്ലാഹുവിനോട് മാത്രം ആക്കി തീർക്കുക എന്ന നിർദ്ദേശം വന്നു. ഈ സമയത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹു മാറി ചിന്തിച്ചു, ഇതിന്റെ പേരിലല്ലേ ഞാൻ ഓടിപ്പോന്നത്, ഇതിന്റെ പേരിലല്ലേ എനിക്ക് മുഹമ്മദിനോട് ശത്രുതയുണ്ടായത്, മുഹമ്മദ് ഈ കാര്യം തന്നെയല്ലേ പറഞ്ഞു പോന്നിട്ടുള്ളത്. എന്താ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മാത്രം അല്ലാഹുവെ വിളിക്കണം, അല്ലാത്തപ്പോൾ ശിർക്ക് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടായിക്കൂടല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചു അവിടെ വെച്ച്, അല്ലാഹുവേ, ഞാൻ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചാൽ മുഹമ്മദിന്റെ അടുക്കലേക്ക് ഞാൻ ചെല്ലും, എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കും. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രമുണ്ട്. നമ്മൾ കേട്ട ചരിത്രമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഈ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്നുള്ള നിലക്ക് സത്യനിഷേധികളും മുശ്രിക്കുകളുമായ ആളുകളുടെ അവസ്ഥ പലപ്പോഴും ഇതാകുന്നു. അഥവാ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, ആവശ്യങ്ങളുടെ, ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി, പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റം കിട്ടാൻ വേണ്ടിക്കൊണ്ട് ഇനി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ള നിലക്ക് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അയാൾക്കോ അയാളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ, ആഗ്രഹങ്ങൾ സഫലമായി കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയിൽ പങ്കുചേർക്കുകയും ശിർക്കൻ വിശ്വാസങ്ങളും ശിർക്കൻ ആചാരങ്ങളും ശിർക്കൻ അനുഷ്ഠാനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകും. ഈ രണ്ട് രീതികളും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ പാഠമാകുന്നു, കൃത്യമായ ഉത്ബോധനമാകുന്നു പരിശുദ്ധ ഖുർആൻ നമുക്കെല്ലാവർക്കും നൽകുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ പ്രധാനമായും രണ്ട് വിഷയങ്ങളിലേക്കാകുന്നു ശ്രദ്ധ ഊന്നിയിട്ടുള്ളത്. ഒന്നാമത്തേത്, പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം സുഖങ്ങളിലും ദുഃഖങ്ങളിലും പ്രാർത്ഥന അധികരിപ്പിക്കുന്നവരായി തീരണം. രണ്ടാമത്തേത്, മുശ്രിക്കുകളായ ആളുകൾ അവരുടെ വിശ്വാസത്തിൽ അല്ലാഹുവെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ ഘട്ടങ്ങൾ അതിൽ നിന്ന് അവർ തരണം ചെയ്തു പോയി കഴിഞ്ഞാൽ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നവരും ആകാറുണ്ട്. ഇതിനെ രണ്ടിനെയും പരിശുദ്ധ ഖുർആൻ എതിർക്കുകയും സത്യവിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ബോധനം പകർന്നു നൽകുകയും ചെയ്യുന്നു. ആ ബോധനം ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കഴിഞ്ഞതായ എന്ത് പ്രയാസങ്ങളും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിത്തരാനോ സുഖം നൽകാനോ നമുക്ക് ആശ്വാസം നൽകാനോ അല്ലാഹുവല്ലാതെ മറ്റൊരു ശക്തി നമുക്കില്ല എന്നുള്ള ബോധം നമ്മുടെ ആദർശത്തിന്റെ അടിത്തറയായിക്കൊണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ ധാരയായിക്കൊണ്ട് അടിയുറക്കപ്പെടണം. അവിടെ നിന്ന് നമ്മുടെ ആദർശം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. ഖുർആൻ പറയുന്നു, യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. നമ്മളൊക്കെ കൃത്യമായി കാണാതെ പഠിക്കേണ്ട
ആയത്താണ് ഇത് എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. കാരണം അത്രമാത്രം നമ്മുടെ ആദർശത്തെ വിമലീകരിക്കാൻ പോന്നിട്ടുള്ള ഒരായത്ത്. ഇന്ന് എന്തുമാത്രമാണ് ഇതിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ. ആളുകൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് ബഹുദൂരം പുറകോട്ട് പോവുകയും ദുർബലമായ ഹദീസുകളിൽ പോലും മതവിധി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ ഇന്നുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുന്നു ഒരു പക്ഷേ ആ ഭാഗം ഞാൻ വിശദീകരിക്കേണ്ടി വരും. അത് പേരുകളൊന്നും പരാമർശിക്കാതെ മാത്രം നോക്കൂ നിങ്ങൾ. ഈ പറഞ്ഞ ഭാഗം ആളുകൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വിസ്മരിച്ചിട്ട് ദുർബലമായ ദഈഫായ ഹദീസുകളിൽ പോലും മതവിധി കണ്ടെത്തുകയും ചെയ്യുന്ന ദുരവസ്ഥ എന്ന് പറയുന്നത് ഇന്നുള്ള ഒരു വലിയ വാദമുണ്ടല്ലോ. ആ വാദം എന്ന് പറയുന്നത് ഏതെങ്കിലും വിജന പ്രദേശത്ത് ആരെങ്കിലും അകപ്പെട്ട് കഴിഞ്ഞാൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വിളിച്ചപ്പോൾ ഇമാം അഹ്മദിന് തുണയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിയിൽ ശിർക്കില്ല. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുമ്പോൾ അവിടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന മലക്കുകളോ ജിന്നുകളോ അവിടെ ഉണ്ടാകും എന്ന് വിചാരിക്കുകയും അവർ തന്നെ സഹായിക്കട്ടെ എന്ന് നിനക്കുകയും എന്നിട്ട് ആ ബോധത്തോടുകൂടി യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിളിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, അഥവാ അങ്ങനെ വിളിച്ച് സഹായം തേടുകയും ചെയ്യുമ്പോൾ ആ സഹായത്തേട്ടത്തിൽ ശിർക്കില്ല, അത് പ്രാർത്ഥനയല്ല എന്ന വിശദീകരണം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് അതിന്റെ വിധികളിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ പിറകോട്ടടിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആദർശ രംഗത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയതായ ആളുകളിൽ പോലും വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഭാഗമാകുന്നു അത് മനസ്സിലാക്കണം. ഖുർആനിന്റെ ആയത്ത് നോക്കൂ. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. അല്ലാഹു എന്തെങ്കിലും ഒരു ദുരിതം, ഒരു ദുരന്തം ആർക്കെങ്കിലും ഉണ്ടാവണം എന്ന് അല്ലാഹു തീരുമാനിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു, അവനല്ലാതെ വേറെ ഒരാൾക്കും ആ ദുരിതത്തിൽ നിന്ന് കരകയറ്റം നൽകാനും ആശ്വാസം നൽകാനും സാധിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള നന്മ, ആ നന്മകളെ തടുക്കാൻ അള്ളാഹ്ക്കല്ലാതെ വേറെ ഒരാൾക്കും അത് സാധ്യമല്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി. അള്ളാഹു ദുർഉദ്ദേശിച്ചാലും നന്മയുദ്ദേശിച്ചാലും ഖൈറുദ്ദേശിച്ചാലും അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്ക് അത് ബാധകമാക്കും, അത് ഇറക്കിക്കൊടുക്കും, അത് ബാധിപ്പിക്കും. വഹുവൽ ഗഫൂറുർ റഹീം. അവൻ ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചെയ്യുന്നവനാണ് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ അള്ളാഹ്ക്കല്ലാതെ നമ്മൾ അകപ്പെട്ടിട്ടുള്ള വിജനപ്രദേശത്തകപ്പെട്ടാലും ശരി ജനപ്രദേശത്തകപ്പെട്ടാലും ശരി അതിൽ നിന്ന് രക്ഷ നൽകാൻ, അള്ളാഹു വിധിച്ച വിധിയിൽ നിന്ന് കരകയറ്റം നൽകാൻ അള്ളാഹുവിനല്ലാതെ വേറെ ഒരു ശക്തിക്ക് കഴിയില്ല എന്ന കൃത്യമായ പാഠം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മാത്രവുമല്ല, അതുകൊണ്ട് തന്നെ അള്ളാഹുവോട് മാത്രമായിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന ഉണ്ടാകേണ്ടത് എന്നുള്ള അടിസ്ഥാനപരമായ ബോധനം പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നു. അതുകൊണ്ടാണ് മുഅ്മിനുകളുടെ അവസ്ഥ എന്തായിരിക്കണം എന്നുകൂടി ഖുർആൻ പറഞ്ഞത്. മുഅ്മിനുകളുടെ അവസ്ഥ പക്ഷെ 3 ക്ലാസ്സാണ്, 4ാമത്തെ ക്ലാസ്സാണ് സംസാരം. അപ്പോൾ അതുകൊണ്ട് ശബ്ദത്തിന് ടച്ചുണ്ട്. മുഅ്മിനുകളുടെ അവസ്ഥ അത് എന്തായിരിക്കണം എന്ന് പറയുന്നു. വലഇൻ അദഖനാഹു നഅമാഅ ബഅദ ദർറാഅ മസ്സതുഹു ലയഖൂലന്ന ദഹബ സയ്യിആതു അന്നി ഇന്നഹു ലഫരിഹുൻ ഫഖൂർ. അതൊരു ഭാഗം നോക്കൂ നിങ്ങൾ. വലഇൻ അദഖനാഹു നഅമാഅ ബഅദ ദർറാഅ മസ്സതുഹു. അവന് ബാധിച്ച ഒരു ദുരന്തത്തിനു ശേഷം ഒരാൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം നാം അനുഭവിപ്പിക്കുകയും ആസ്വദിപ്പിക്കുകയും ചെയ്താൽ ലയഖൂലന്ന ദഹബ സയ്യിആതു അന്നി. ചില ആളുകൾ പറയും, അത്തരം ചില ആളുകൾ പറയും, എന്റെ ദുരിതങ്ങളൊക്കെ എല്ലാം മാറിക്കിട്ടി എന്നിങ്ങനെ ആശ്വാസം കൊള്ളും. ഇന്നഹു ലഫരിഹുൻ ഫഖൂർ. അവൻ ദുരഭിമാനം കാണിക്കും, അവൻ സന്തുഷ്ടനാകും. ഇതൊരവസ്ഥ. എന്നിട്ട് അല്ലാഹു ഒരു കൂട്ടരെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അത് നമ്മളാവണം. അതിതാണ് ഇല്ലല്ലദീന സ്വബറു. ക്ഷമാശീലരായ ആളുകൾ ഒഴികെ.
ക്ഷമിക്കാൻ കഴിയുന്നവരായ ആളുകൾ ഒഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളിൽ നിരതരാകുന്ന അതിന് സാധിക്കുന്നവരായ ആളുകളും ഒഴികെ, ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അങ്ങനെ വിശ്വാസമുള്ള ക്ഷമാശീലരായ ആളുകൾക്ക്, സൽക്കർമ്മങ്ങളിൽ മുഴുകുന്നവരായ ആളുകൾക്ക് കൃത്യമായിട്ടും ഉലൈക ലഹും മഗ്ഫിറ, അവർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾക്ക് മഗ്ഫിറത്തുണ്ട്, അവർക്ക് വലിയതായ പ്രതിഫലവും ഉണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ആ ആയത്ത് പഠിപ്പിച്ചത് വേറൊന്നുമല്ല, നല്ലവണ്ണം ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടി ആ ഭാഗം ഒന്ന് വിശദീകരിക്കുകയാണ് വേറൊരു രീതിയിൽ. അഥവാ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഇസ്രാഫ് വരുന്നവരായ മുസ്രിഫുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതിൽ അതിരിവിടുന്നവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവിക്കുന്ന, അവർക്ക് വന്നുപെടുന്ന ദുരന്തങ്ങൾ മാറിക്കിട്ടിക്കഴിഞ്ഞാൽ സന്തുഷ്ടരായിക്കൊണ്ട് എല്ലാം മറന്ന ഒരവസ്ഥയുണ്ടാകും. ആ മറന്നവരായ ആളുകളെപ്പോലെ മുഅ്മിനുകൾ ആയിക്കൂടാ. കാരണം മുഅ്മിനുകൾ മാറി ചിന്തിക്കും, മുഅ്മിനുകൾ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ക്ഷമിക്കും. കാരണം സത്യവിശ്വാസികളായ ആളുകളുടെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി ഓരോരുത്തരെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു മുസ്ലിമിന്, ഒരു സത്യവിശ്വാസിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ ആ പ്രയാസങ്ങൾ സത്യവിശ്വാസി ക്ഷമ കൈക്കൊള്ളുമ്പോൾ അയാൾക്കത് ഖൈറായിട്ട് മാറും. അയാളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലോ അയാൾ അള്ളാഹു നന്ദി കാണിക്കും. ഈ നന്ദിബോധവും ഈ ക്ഷമാബോധവും അത് വളർത്തിയെടുക്കുന്നവനായിരിക്കണം മുഅ്മിനുകളായ ആളുകൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഉലൈക ലഹും മഗ്ഫിറ, അങ്ങനെയുള്ള ആളുകൾക്ക് മഗ്ഫിറത്തുണ്ട്, അഥവാ പാപമോചനമുണ്ട്, വഅജ്റുൻ കബീർ, വളരെ വലിയ പ്രതിഫലവും ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഒരായത്ത് ശ്രദ്ധേയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗതികെട്ട അവസ്ഥകളിൽ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകളിൽ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകളിൽ നമുക്ക് സഹായവും നമുക്ക് അവലംബവും നമുക്ക് എല്ലാ നിലക്കുള്ള ആശ്രയവും ആയിട്ടുള്ളത് അല്ലാഹുവല്ലാതെ വേറെ ഒരുത്തനും ഇല്ല. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅ, ഗതികെട്ടവൻ വിളിക്കുമ്പോൾ വിളിക്ക് ഉത്തരം നൽകുന്നവൻ ആരാണുള്ളത്? വയക്ഷിഫുസ്സൂ, അവന്റെ ദുരിതങ്ങളിൽ നിന്ന് അവന് അത് മാറ്റിക്കൊടുക്കുന്നവനും വേറെ ആരാണുള്ളത്? അല്ലാഹുവല്ലാതെ. വയജ്അലുകും ഖുലഫാ, നിങ്ങളെ ഭൂമിയിൽ പിന്മുറക്കാരാക്കി തീർക്കുകയും ചെയ്തവൻ അവൻ. ഈ ഭൂമിയിൽ ഖുലഫാ അൽ അർള്, ഭൂമിയിൽ നിങ്ങളെ അവൻ പിന്മുറക്കാരാക്കി തീർക്കുകയും ചെയ്തവൻ അല്ലാഹുവല്ലാതെ വേറെ ആരാ? ഇലാഹും, അതിനു പുറമെ നിങ്ങൾക്കൊരു ആരാധ്യനുണ്ടോ? നമ്മൾ പറയും എന്ത്? ഇല്ല, ഞങ്ങൾക്കൊരു ആരാധ്യനില്ല, അല്ലാഹു മാത്രമാകുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ ഖലീലം മാ തദക്കറൂൻ, വളരെ അല്പം മാത്രമേ കുറെ ആളുകളും ചിന്തിക്കുന്നുള്ളൂ. ഒരു കഥ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ഏത് പ്രതിസന്ധികളിലും നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ. അതല്ലാതെ ഒരാളും തന്നെയില്ല. നമ്മൾ സഹായം തേടിക്കഴിഞ്ഞാൽ, അകപ്പെട്ടു കഴിഞ്ഞാൽ, എവിടെയാണെങ്കിലും ശരി അകപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം നൽകുന്നവൻ അല്ലാഹുവല്ലാതെ വേറെ ആരും തന്നെയില്ല എന്ന ഖുർആനിന്റെ പാഠം. അത് കൃത്യമായി അനുഭവിച്ച ഒരു അനുഭവത്തിലൂടെ, ഒരു സൂഫി പണ്ഡിതനുണ്ടായിട്ടുള്ള അനുഭവം അതുകൂടി പങ്കുവെച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. സൂഫി പണ്ഡിതനായ മുഹമ്മദ് ബിൻ ദാവൂദ് ദൈനൂരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു. സൂഫിസം എന്ന് പറയുന്നത് അത് രണ്ട് അവസ്ഥകളുണ്ട്. ഒരു സൂഫിസം അതിരുവിട്ട സൂഫിസമാണ്. അതിരുവിട്ട സൂഫിസം എന്ന് പറയുമ്പോൾ അതിരുവിട്ട സൂഫിസം എന്ന് പറയുമ്പോൾ അതിൽ ശിർക്കുണ്ട്, അതിൽ അള്ളാഹുവിൽ തവാക്കുൽ ചെയ്യുന്ന അവസ്ഥയുണ്ട്. തവക്കുൽ ചെയ്യലല്ല, അള്ളാഹുവിൽ തവാക്കുൽ ചെയ്ത് എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള നിലക്ക് യാചനയുമായി നടക്കുന്ന ഒരു സൂഫിസത്തിന്റെ ഭാഗമുണ്ട്. അതല്ല, ഇസ്ലാമിൽ ഭൗതിക വിരക്തിയോടുകൂടി ശുദ്ധമായ തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സൂഫിസം. ആ സൂഫി പണ്ഡിതനായിരുന്ന മുഹമ്മദ് ബിൻ ദാവൂദ് ദൈനൂരി എന്ന് പറയുന്ന ഒരു പ്രഗൽഭനായ സൂഫി പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു യാത്രാവേളയിലാണ്. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു അപരിചിതൻ പങ്കെടുത്തു. യാത്രയിൽ കൂടി ഞാനും താങ്കളുടെ കൂടെ കൂടട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം കൂടി. ഈ അപരിചിതൻ
തന്റെ കൂടെ യാത്ര ചെയ്ത് കുറെ മുന്നോട്ട് പോയപ്പോൾ താങ്കൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാൻ ഇതാകുന്നു നല്ല വഴി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണ്ഡിതന് ഇന്നേ വരെ പരിചയമില്ലാത്ത ഒരു വഴിയിലൂടെ കൂട്ടിക്കൊണ്ടുപോയി. ഇയാൾ പറഞ്ഞു, ഈ വഴിയല്ലല്ലോ നമുക്ക് പോകേണ്ട വഴി എന്ന് പറഞ്ഞപ്പോഴും ഈ കൂടെ കൂടിയ സഹയാത്രികൻ പറയുകയാണ്, അങ്ങോട്ട് എത്തിപ്പെടാൻ എളുപ്പമുള്ള വഴി ഇതാണ്. പക്ഷേ അതൊരു ചതിയായിരുന്നു. ഈ മനുഷ്യനെ ഏതോ ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തി ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് മുഴുവനും അപഹരിച്ചെടുക്കാനുള്ള ഒരു മോഷണ ശ്രമത്തിന്റെയും കവർച്ചയുടെയും ഭാഗമായിട്ടായിരുന്നു, ഒരു ചതിപ്രയോഗം ചെയ്യാൻ വേണ്ടിക്കൊണ്ടായിരുന്നു ഈ കൂടെയുള്ള സഹയാത്രികന്റെ തീരുമാനം. അങ്ങനെ മുന്നോട്ട് പോയി. കുറെ എത്തിയപ്പോൾ ഇത് തന്നെ സംഭവിച്ചു. ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് മുഴുവനും ഈ കവർച്ചക്കാരൻ തന്റെ കയ്യിലേക്ക് വാങ്ങിക്കൂട്ടി. അതൊക്കെയും തന്റെ കൈക്കലാക്കി വെച്ചു. കൈക്കലാക്കി വെച്ചിട്ട് കുതിരപ്പുറത്ത് നിന്ന് വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇയാൾ ഇറങ്ങി. മുഹമ്മദ് ബിൻ ദാവൂദ് ദൈനൂരി എന്ന് പറയുന്ന ഈ സൂഫി പണ്ഡിതൻ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇയാളോട് പറഞ്ഞു, ഇയാളുടെ നേർക്ക് കത്തി ഓങ്ങിക്കൊണ്ട് വാൾ ഓങ്ങിക്കൊണ്ട് കൊല്ലാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ ഇയാളോട് പറഞ്ഞു, മോഷ്ടാവിനോട് പറഞ്ഞു, എന്റെ വാഹനം നീ എടുത്തോളൂ, എന്റെ കച്ചവട വസ്തുക്കൾ മുഴുവനും താങ്കൾ എടുത്തോളൂ, എന്റെ സമ്പാദ്യവും പണവും മുഴുവനും താങ്കൾ എടുത്തോളൂ, എനിക്കൊന്നും വേണ്ട, എന്നെ വെറുതെ വിട്ടേക്കൂ. പക്ഷെ ഇയാൾ കൂട്ടാക്കിയില്ല. താങ്കളുടെ സമ്പാദ്യം എന്റെ കയ്യിൽ ഇപ്പോൾ തന്നെയുണ്ട്, അത് താങ്കൾ തരണം എന്നുള്ളത് താങ്കളുമായി കൊണ്ടൊരു സംസാരം തന്നെയില്ല. പക്ഷേ എനിക്ക് വേണ്ടത് നിന്റെ ജീവനും കൂടിയാണ്. അങ്ങനെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയ നേരം ഇയാൾ പറഞ്ഞു, എന്നെ ഒന്ന് 2 റക്അത്ത് നമസ്കരിക്കാനും ഒന്ന് പ്രാർത്ഥിക്കാനും അനുവദിക്കുമോ? അങ്ങനെ 2 റക്അത്ത് പെട്ടെന്ന് നമസ്കരിക്കാനുള്ള അനുവാദം കൊടുക്കുന്നു ഈ മനുഷ്യന്, ഈ പണ്ഡിതന്. അങ്ങനെ ഈ പണ്ഡിതൻ അള്ളാഹുവിന്റെ മുൻപാകെ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ നമസ്കരിക്കുന്ന വേളയിൽ തക്ബീർ ചൊല്ലിയപ്പോൾ പറയുന്നു, അജ്ജിൽ അജ്ജിൽ, വേഗത്തിൽ ചെയ്യണം. ഓരോ ചലനങ്ങളുമായി കൊണ്ട് റുക്കൂഉം സുജൂദും ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വേഗം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതൊന്നും കേൾക്കാതെ പെട്ടെന്ന് നമസ്കരിക്കാൻ വേണ്ടി തുനിയുന്ന ഈ മഹാനായ പണ്ഡിതൻ അദ്ദേഹം പറയുന്നു, എനിക്ക് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്തും എനിക്ക് മുൻപിൽ വരുന്നില്ല, ഈ ഒരായത്ത് മാത്രം. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആ വയക്ഷിഫുസ് സൂഅ. അമ്മൻ, ആരുണ്ട്? യുജീബുൽ മുദ്തറ ഇദാ ദആ, മുദ്തറയായവൻ, വളരെ പ്രയാസപ്പെടുന്നവൻ, അവൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ ആരുണ്ട്? വയക്ഷിഫുസ് സൂഅ, പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റം നൽകുന്നവനും പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കുന്നവനും ആരുണ്ട് എന്നുള്ള ആയത്ത് മാത്രം. അതയാൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, അതയാൾ ഓതിക്കൊണ്ടേയിരിക്കുന്നു. ആ പാരായണം ഇദ്ദേഹം പറയുകയാണ്, എനിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല. എന്റെ നമസ്കാരം എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ആസ്വദിക്കാത്ത അനുഭവത്തിൽ ഞാൻ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇദ്ദേഹം അവസാനം പറയുന്നു, 2 കാര്യങ്ങൾ എന്റെ കാര്യത്തിൽ ഉണ്ടാവണം എന്ന ആഗ്രഹം മാത്രം. ഒന്ന്, ഞാൻ ഈ നമസ്കാര ശേഷം കൊല്ലപ്പെടുകയാണ് എങ്കിൽ നല്ല ഒരു ഇബാദത്തിന് ശേഷം ഞാൻ ഇതാ അള്ളാഹുവിലേക്ക് പോയിരിക്കുന്നു എന്നെനിക്ക് സമാധാനിക്കാം. രണ്ടാമത്തേത്, ഇതിൽ എനിക്ക് രക്ഷ കിട്ടുകയാണ് എങ്കിൽ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കൊണ്ട്, അഥവാ സിലാഹുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ആയുധം, അത് പുറത്തെടുത്തതിന്റെ ഫലമായി കൊണ്ട് എനിക്ക് രക്ഷ കിട്ടി എന്നെനിക്ക് വിശ്വസിക്കാം. ആ വിശ്വാസത്തോടുകൂടി പെട്ടെന്ന് നമസ്കാരം ഈ ആയത്ത് ചൊല്ലിക്കൊണ്ട് പൂർത്തിയാക്കിയ ആ മനുഷ്യൻ സലാം വീട്ടിയപ്പോൾ കാണുന്നത് ഈ കവർച്ചക്കാരൻ പേടിച്ചോടുകയാണ്. ഏതോ ഒരു മനുഷ്യൻ, മറ്റൊരാൾ അയാളുടെ നേർക്ക് ആയുധമെടുത്തുകൊണ്ട് പിന്നാലെ കൂടിയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഓടുകയാണ്. അള്ളാഹുവോട് പ്രാർത്ഥിച്ചപ്പോൾ, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പിന്നീട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതായ അനുഭവങ്ങളാകുന്നു നമ്മൾ ഈ കേട്ടത്. പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടിയിട്ടുള്ള 3ാമത്തെ പാഠം അതാണ്. 2 പാഠങ്ങൾ. ആദ്യം പറഞ്ഞത്, ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവെ എല്ലായ്പ്പോഴും ഓർക്കുന്നവരും അള്ളാഹുവെ സുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പ്രാർത്ഥിക്കുന്നവരും ആയിരിക്കണം. പ്രയാസങ്ങളിൽ മാത്രം അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ പോരാ എന്നുള്ള പാഠം ഖുർആൻ നൽകുന്നു.
രണ്ടാമത്തേത്, മുശ്രിക്കുകളായ ആളുകൾ ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മളിൽ മുസ്ലിങ്ങളിൽ ഉണ്ടായിക്കൂടാ, അഥവാ പലപ്പോഴും അതിൽ അതിരുവിടലുകൾ സംഭവിച്ചു പോകുന്നു. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, മുസ്ലിം സമൂഹത്തിൽ ശിർക്ക് ഇന്ന് എല്ലാ നിലക്കും മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പല നിലക്കും. അള്ളാഹുവോട് പ്രയാസങ്ങൾ വന്നപ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. പക്ഷേ മുസ്ലിങ്ങളുടെ അവസ്ഥ പലപ്പോഴും പ്രയാസങ്ങളിൽ പോലും അള്ളാഹുവോട് പ്രാർത്ഥിക്കാതെ അള്ളാഹുവിന്റെ അടുപ്പക്കാരായിട്ടുള്ള അംബിയാ മുർസലുകളിലൂടെ തങ്ങൾക്ക് അള്ളാഹു സഹായിക്കും എന്ന വണ്ണം അങ്ങനെ ഇസ്തിഗാസ ചെയ്യുന്ന, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന അവസ്ഥയുണ്ടാകുന്നു. അത് സത്യവിശ്വാസികളെ, മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളിൽ ഉണ്ടായിക്കൂടാ എന്നുള്ള ഉത്ബോധനം ഖുർആൻ നൽകുന്നു. മൂന്നാമത്തേത്, നമ്മൾ എന്ത് പ്രതിസന്ധികളിൽ അകപ്പെട്ട് കഴിഞ്ഞാലും അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്ക് നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ള പാഠം. ആ പാഠഭാഗത്തിന് നമ്മൾ കേട്ടിട്ടുള്ള ഈ ചെറിയ സംഭവ കഥ അതുകൂടി ഓർക്കുക. അല്ലാഹു ജല്ല ജലാലുഹു നമ്മളുടെ ഈ കൂടിച്ചേരലും ഈ ഇരുന്നിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും നമ്മളിൽ നിന്ന് സ്വാലിഹികളായ സൽക്രമങ്ങളായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയട്ടെ. നമ്മൾ ഈ പ്രാർത്ഥനകളുടെ ശ്രേഷ്ഠതയും ഇതിന്റെ ഗുണങ്ങളും ഇതിന്റെ മഹത്വങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരാകണം. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയോളം ഏറ്റവും ശ്രേഷ്ഠകരമായതും അള്ളാഹു ഇഷ്ടപ്പെട്ടതുമായ മറ്റൊന്ന് ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്നല്ലാഹ തആല ഹയ്യുൻ കരീമുൻ യസ്തഹി ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാ നിലക്കും ആദരിക്കപ്പെടുന്നവനാകുന്നു, മഹത്വമുടയവനാകുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ മഹത്വത്തിന്റെ ഉടയവനാകുന്നു അള്ളാഹു എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കഴിഞ്ഞാൽ ഉയർത്തിയ കൈ ഒന്നും കൊടുക്കാതെ ഒരിക്കലും നാഥൻ വട്ടപൂജ്യമായി കൊണ്ട് തള്ളിക്കളയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. നമ്മൾ ചോദിച്ചത് ഉത്തരം കിട്ടണം എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ ചോദിക്കാൻ ചോദിക്കുന്ന കാര്യങ്ങൾ ഉത്തരം കിട്ടണം എന്ന ഉറപ്പോടുകൂടി തന്നെ അള്ളാഹുവോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും നിലക്ക് അള്ളാഹുവിന്റെ ഉത്തരമുണ്ടാകും. ഒന്നുകിൽ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ അള്ളാഹ്ക്കായിരിക്കുമല്ലോ, ഏത് നിലക്ക് ഉത്തരം നൽകലായിരിക്കും ഈ അടിമയുടെ കാര്യത്തിൽ ഖൈർ എന്ന് നമ്മളെക്കാൾ അറിയുന്നവൻ അള്ളാഹു ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കായി സമ്പാദ്യമായി അള്ളാഹു അവൻ നാളേക്ക് നൽകാൻ വേണ്ടിക്കൊണ്ട് നീട്ടിവെക്കും. അല്ല എങ്കിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് അപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. അതും അല്ല എങ്കിൽ അള്ളാഹു ജല്ല ജലാലുഹു നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് അതിന്റെ ഫലമായിക്കൊണ്ട് നമ്മൾക്ക് ഏതെങ്കിലും അപകടം നാഥൻ വിധിച്ചതിടത്ത് നിന്ന് അത് മാറ്റുകയും എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അപകടങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിക്കൊണ്ട് അപകടം രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, മറ്റു കാര്യങ്ങളായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. എന്നാലും അതിന്റെ ഫലമായിക്കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുരിതങ്ങളിൽ നിന്ന് കരകയറ്റിക്കൊണ്ട് പ്രാർത്ഥന സ്വീകരിക്കും. ഇങ്ങനെ നമ്മളറിയാത്ത മാർഗത്തിലൂടെ റബ്ബിന്റെ സഹായം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഇത്രമേൽ ശക്തമായ ഒരു ആയുധം അത് നമ്മുടെ കൂടെ ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാത്ത നിരാശയുടെ വക്താക്കളായിക്കൊണ്ട് പ്രതീക്ഷയില്ലാത്തവരായിക്കൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും പാടില്ല. സഹോദരങ്ങളെ, നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അഥവാ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ ശത്രുതയ്ക്ക് വേണ്ടി, ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടിക്കൊണ്ടുള്ള പ്രാർത്ഥന അത് ഉണ്ടാകരുത്. അവനുമായിക്കൊണ്ട് ശത്രുതയുണ്ടാക്കാനുള്ള പ്രാർത്ഥന അത് ഉണ്ടാകരുത്. അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ മുറിക്കാനുള്ള പ്രാർത്ഥന അതുണ്ടാകരുത്. അതേപോലെ തന്നെ ഞാൻ കുറെ പ്രാർത്ഥിച്ചു എനിക്കുത്തരം കിട്ടിയില്ല എന്നിങ്ങനെയുള്ള നിരാശാബോധം അള്ളാഹുവെ കുറിച്ചുണ്ടാകരുത്. ഇതൊന്നും ഇല്ലാത്ത നിലക്ക് സംശുദ്ധമായ ദുആഇന്റെ പ്രാർത്ഥനയുടെ അടിമകളായിക്കൊണ്ട് അതിന്റെ ആളുകളായിക്കൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. നാഥൻ നമ്മെ അവന്റെ ഇഷ്ടക്കാരായിക്കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുവോട്.
അള്ളാഹുവോട്, നാഥ ഞങ്ങളുടെ വീഴ്ചകൾ നീ പൊറുക്കേണമേ തമ്പുരാനെ. അള്ളാഹുവേ ഇരു ലോകത്തും ഞങ്ങൾക്ക് നീ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ ഞങ്ങളിൽ ഒരുപാട് ന്യൂനതകളും കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും ഉള്ളവരാണ്. അള്ളാഹുവേ ഞങ്ങളുടെ ന്യൂനതകൾ നീ മറച്ചു വെക്കണമേ. അള്ളാഹുവേ ആഗ്രഹങ്ങൾ ധാരാളമായി ഉള്ളവരായിട്ടുള്ള പാപികളായ അടിമകളാകുന്നു നാഥ ഞങ്ങൾ. നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് നിന്നോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ന്യായമായ ഞങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂർത്തിയാക്കി തരണമേ അള്ളാഹുവേ. നാഥ ഞങ്ങളുടെ പെരുമാറ്റങ്ങളെ കുറിച്ച് ഞങ്ങളുടെ സ്വഭാവങ്ങളെ കുറിച്ച് ഞങ്ങളെക്കാൾ കൂടുതലായി അറിയുന്നവനായ തമ്പുരാനെ, ഞങ്ങളുടെ സൃഷ്ടിപ്പിന്റെ വൈഭവം നന്നാക്കിയവനായ, അതെല്ലാം നിലക്കും നന്നാക്കിയവനായ അള്ളാഹുവേ, ഞങ്ങളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും നന്നാക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായ ആളുകൾ, അവരൊന്നുകിൽ ഞങ്ങളുടെ ഉപ്പമാരാണ്, അതല്ലെങ്കിൽ ഞങ്ങളുടെ ഉമ്മമാരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വല്യുപ്പമാരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വല്യമ്മമാരാണ്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. എല്ലാ പ്രയാസങ്ങളും അറിയുന്നവനായ നാഥ, പ്രതിസന്ധികളെ കുറിച്ച് അറിയുന്നവനായ നാഥ, ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയുന്നവനായ നാഥ, എല്ലാം അറിയുന്നവനായ തമ്പുരാനെ, രോഗങ്ങൾക്ക് ശിഫ നൽകണമേ നാഥ, രോഗങ്ങൾക്ക് ശിഫ നൽകണമേ നാഥ. അള്ളാഹുവേ നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് രോഗികൾക്ക് ശിഫ നൽകണമേ, ശമനം നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് നീ ആരെയെങ്കിലും മരണപ്പെടുത്തുകയാണ് എങ്കിൽ ഈമാനോടുകൂടിയുള്ള മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ കലിമത്തു തൗഹീദോടുകൂടി മരിക്കാൻ അവസാനം അന്ത്യശ്വാസം വലിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ്, സൗഭാഗ്യം നാഥ ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ ഞങ്ങളെ നീ തൃപ്തിപ്പെടണമേ. അള്ളാഹുവേ ഞങ്ങളെ നീ അംഗീകരിക്കണമേ. അള്ളാഹുവേ പാപികളായ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ, അള്ളാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കാതിരിക്കരുത് നാഥ. ഞങ്ങളെ ഈമാനോടുകൂടി മരിപ്പിക്കണമേ. വേദനകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മുക്തി നൽകണമേ. കടബാധ്യതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കടബാധ്യതകളാൽ പ്രയാസപ്പെടുന്നവരായ ആളുകളുടെ കടങ്ങൾ നിവർത്തിക്കാൻ സാധിക്കുന്നവനായ റബ്ബേ, ഞങ്ങൾ നിന്നോട് പ്രതിജ്ഞയെടുക്കുന്നു, നീ ഹലാലാക്കിയത് മതി ഞങ്ങൾക്ക്, നീ ഹറാമാക്കിയത് ഞങ്ങൾക്ക് വേണ്ട തമ്പുരാനെ. നീ ഹറാമാക്കിയതിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ജീവിത ശൈലി സ്വീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഈ സന്നദ്ധത നാഥ നീ ഇഷ്ടപ്പെടുമെങ്കിൽ, നീ അംഗീകരിക്കുമെങ്കിൽ മറ്റെല്ലാവരെക്കാളും, നീ അല്ലാത്ത മറ്റെല്ലാവരെക്കാളും ഞങ്ങളെ നീ ധന്യരാക്കണമേ. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹുവേ ഞങ്ങളിൽ കടബാധ്യതകളിൽ പെട്ടവരായ ആളുകൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ നാഥ ഞങ്ങളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാക്കിക്കൊണ്ട് മരണപ്പെടാൻ തൗഫീഖ് പ്രദാനം ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരായ ആളുകളുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ, പ്രകാശപൂരിതമാക്കി കൊടുക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന